മൂത്ത മകനെ സന്ധ്യ ടോർച്ച് കൊണ്ട് തലക്കടിച്ചിട്ടുണ്ട് എന്ന് സന്ധ്യയുടെ ഭർത്തൃമാതാവ് രാജമ്മ. ഐസ്ക്രീമിൽ വിഷം കലക്കി കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും രാജമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കല്യാണിയുടെ മുത്തശ്ശി നമ്മോടൊപ്പം ചേരുന്നു. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത് അമ്മേ? ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഭർത്താവിന് സർജറി ചെയ്ത കോലഞ്ചേരി മെഡിക്കൽ വിഷയമില്ലായിരുന്നു. ഞാൻ ഇന്നലെ വെളുപ്പിനെ ഇവിടെ നിന്ന് പോയി 3 മക്കളെയും കണ്ടില്ല, മരുമകളെയും കണ്ടില്ല, 2 മക്കളെയും കണ്ടില്ല. ഞാൻ ആ ചായ ഉണ്ടാക്കിയതും കൂടെ വെച്ചിട്ട് ഞാൻ പോയി പാൽ ചായ കുടിക്കണ ആരണം കൊണ്ട് മിനിയാന്ന് വൈകിട്ട് നേരം ഞാൻ വരുന്നപ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചാണ് എന്നോട് മോള്. ഞാൻ വിവരവും പറഞ്ഞതാ. പക്ഷെ പിള്ളേരെ കൊണ്ടുപോയി അവള് പല പ്രാവശ്യവും ദ്രോഹങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത്. ആ ഘട്ടത്തിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലേ വീട്ടുകാരോട് പറഞ്ഞാൽ അവരാരും വരില്ല. അവരുടെ വീട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ കയറി വരില്ല. അവരുടെ അമ്മ കയറി വരും. അമ്മ കുറച്ച് കാശ് മോക്ക് കൊടുത്തിട്ട് പോകും. അപ്പം അമ്മ കാശും കൊടുത്തിട്ട് പോകും. മോളെ വിളിക്കും, മോളെ അങ്ങോട്ട് വരും. എൻ്റെ ഫോണെടുത്ത് ഇവള് ഞാൻ അറിയാണ്ട് തന്നെ വിളിച്ചിട്ടുണ്ട്. അവക്കടെ ചേട്ടത്തിനെ വിളിക്കും. ചേച്ചിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആള്. ചേച്ചി അവളോട് പറഞ്ഞു കൊടുക്കണത് നീ കൊച്ചുങ്ങളെ ഇട്ടേച്ചിങ്ങ പോരേന്ന് പറഞ്ഞു. എൻ്റെ ഈ ഒരു മോനുണ്ടായിരുന്ന സമയത്ത് അവൾ ഈ കൊച്ചിനെ ഇവിടെ ഇട്ടേച്ചു പോയി. അവക്കടെ അച്ഛൻ അന്ന് രാത്രി അവളെ കയറ്റിയെങ്കിലും പിറ്റേ ദിവസം നേരം വെളുത്ത് അച്ഛൻ പറഞ്ഞു കൊച്ചുങ്ങളില്ലാണ്ട് എന്നെ വിട്ടിട്ട് വരണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അമ്മയും മൂത്ത ചേച്ചിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആള്. അത് കഴിഞ്ഞ് മോളുണ്ടായി കഴിഞ്ഞപ്പോൾ ആ കൊച്ച് പാല് കുടിക്കുന്ന സമയത്ത് കൊച്ചിനെ ഇട്ടേച്ച് പോകുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം വരിപ്പറക്കി കൊണ്ടുപോകും. പാത്രവും ചട്ടിയും കലവും എന്താ വെക്കട്ടെ എന്തുണ്ടെങ്കിലും എടുത്തോണ്ട് അങ്ങോട്ട് പോകും. അങ്ങോട്ട് കൊണ്ടുപോകും. പാത്രമൊക്കെ ഇപ്പോഴും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവരുടെ അമ്മ വന്നപ്പോൾ ഞാൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിലുള്ളവർ കാണുന്നുണ്ട് പറക്കിക്കൊണ്ട് പോകണം. അപ്പം എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ മകളുടെ കുറ്റമല്ല പറഞ്ഞത്, പാത്രം മാറാൻ കൊടുക്കാൻ കൊണ്ടുപോകുമെന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മോളുടെ കുറ്റം ഞാൻ ഒരു നാട്ടിലൊരു മനുഷ്യനോട് പറഞ്ഞതല്ല. അങ്ങനെ ഇവർ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് ഈ മക്കൾ 2 ഉണ്ടായി. ഇന്നാൾ ഇവള് ആ കൊച്ചിനെ ഇട്ടേച്ച് പോയി. പിറ്റേ ദിവസം വന്ന് സ്വീകരിച്ചു. വീട്ടിൽ പറയില്ല, എവിടെ പോണെങ്കിലും പറയില്ല, എന്നോടും പറയാറില്ല, എന്നെ അമ്മയൊന്നും വിളിക്കാറില്ല. എന്നാലും ഞങ്ങളിതെല്ലാം സഹിക്കുന്നുണ്ട്. കാരണം ഒരു കുടുംബം കെട്ടിപ്പോക്കണം, ഇട്ടതെല്ലാം വേഗം കഴിയും. കെട്ടിപ്പോക്കി എടുക്കാനാണല്ലോ ഭാരം, തല്ലി പിരിക്കാൻ വേഗം കഴിയൂല. എനിക്കധികം കാലമില്ല. എൻ്റെ 2 മക്കൾക്കും തള്ള വേണം. അത് പ്രതീക്ഷിച്ചാണ് ഇത്രയും കാലം ഇതെല്ലാം സഹിച്ചത്. മോനും അങ്ങനെ തന്നെ സഹിച്ചതാ. ഈ കൊച്ചിനെ ടോർച്ച് വെച്ച് ഇതിൻ്റെ തലയ്ക്കടിച്ച് മുഴച്ച് അത് കഴിഞ്ഞും അതിൻ്റെ അനിയത്തി കൊച്ചിനെ തലണ കണ്ടപ്പോൾ അതിൻ്റെ ചെവിയുടെ ഇവിടെ അടിയുണ്ട്. അന്നേരം ഇത് അതിനെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് ഞാൻ അവിടെ തല്ലിക്കൊന്നാലോ എന്നും പറഞ്ഞ് അമ്മ തന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അമ്മയാണ് ഞങ്ങളോട് ഈ വിവരങ്ങൾ ആദ്യം പറയണത്. അന്ന് പോയ സമയത്ത് ഇതുങ്ങൾക്ക് ഐസ്ക്രീമിൽ വിഷവും കൂടെ മേടിച്ച് കലക്കിക്കൊണ്ട് എന്നിട്ട് അവക്കടെ അമ്മ തന്നെ തട്ടിക്കാന്നത്. അതും ആ അമ്മ തന്നെ പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞത്. വിഷം ഇതുങ്ങൾക്ക് കൊടുക്കാൻ കൊണ്ടുപോയതാന്ന്. മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിൽ എന്നിട്ടൊരു ഇതല്ല. പക്ഷെ പുള്ളിക്കാരിക്ക് ഇപ്പൊ നമുക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ഒരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത കാര്യം നമ്മൾ ചെയ്തു എന്ന് അങ്ങോട്ട് തറപ്പിക്കുകയാണ്. എന്നിട്ട് ആ വിവരം ഇവിടെ നൊലോളിച്ചിട്ട് വീട്ടിലേക്ക് അങ്ങ് വിളിച്ച് പറയും. ഇന്നലെ ഉണ്ടായില്ല. ഇന്നലെ ഒന്നും ഇവിടെ ഇല്ല. മിനിയാന്ന് രാത്രി സന്തോഷമായിട്ട് എന്നോട് വന്നിട്ട് അച്ഛനെ എങ്ങനെയുണ്ട്, അച്ഛന് കുറഞ്ഞോന്നൊക്കെ എന്നോട് ചോദിച്ചിട്ട് പോയി. ആ രാത്രി കിടന്നുറങ്ങിയ ആളാ. പിന്നെ ഞാൻ ആളെ കണ്ടിട്ടില്ല. കാരണം ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് പോയി ICUലാണ് എൻ്റെ കെട്ടിയും കിടക്കുക. ഇല്ല, എനിക്ക് അവരുടെ നമ്പറൊന്നും എനിക്ക് ഇതുവരെയും തന്നിട്ടില്ല. അവരുടെ അമ്മയുടെ നമ്പർ ചോദിച്ചാലും അവർ തരില്ല. വേണ്ടായിരുന്നു. ഞാൻ വീടിന്റെ മുകളിലായിരുന്നു. വീടിന്റെ മുകളിൽ കയറണ വരെ അമ്മ താഴെ ഉണ്ടായിരുന്നു. എന്നിട്ട് വീടിന്റെ മുകളിൽ കയറി കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആളെ കാണാനില്ല. അത് ഞാൻ വിളിച്ചൊക്കെ നോക്കി. അന്നേരം ആൾ ഇവിടെ ഇല്ല, പെണ്ണിനെ വിളിക്കാൻ പോയിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചു. അന്നേരം കുറേ നേരം കഴിഞ്ഞപ്പോഴും വന്നില്ല. ഞാൻ അന്നേരം ജിനേൻ്റെ ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പോയത്. അന്നേരം ഞാൻ വിചാരിച്ച വല്ല മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടാവും. അന്നൊരു ദിവസം ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടായതാ. അന്വേഷിക്കാൻ പോയപ്പോൾ ജിനേൻ്റെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു നോക്കി. അന്നേരം മീറ്റിംഗ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ ഞാൻ പോയില്ല. പിന്നെ അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അച്ഛനോട് കുറെ നേരമായി വന്നല്ലാന്ന് ഞാൻ പറഞ്ഞു. അച്ഛയെ ഉറങ്ങുന്നു, അതാണ് അച്ഛൻ ശ്രദ്ധിച്ചൊന്നുമില്ല. പിന്നെ അച്ഛൻ എണീച്ചതിന് വൈകുന്നേരമായപ്പോഴാണ് ഇതൊക്കെ അന്വേഷിക്കണം. അന്നേരം ഞാൻ കളിക്കാൻ പോയായിരുന്നു. അവളെ ഞാൻ രാവിലെ കണ്ടിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല അവളെ. എന്തായാലും അമ്മ ചെയ്ത ക്രൂരമായ ഒരു കൊലപാതകം എന്ന് തന്നെ വേണം പറയാൻ. തീർച്ചയായിട്ടും ആ ഒരു ഞെട്ടിൽ തന്നെയാണ് ഈ സുഭാഷിന്റെ കുടുംബവും.